അമ്മൂസിന്റെ എന്റെയും കെട്ടുന്നറയാണ് നാളെ. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് പണിയിലാണ് നമ്മൾ അമ്മൂസ്. നമ്മൾ അമ്പലം അടിച്ചു വരുന്ന സെലിബ്രിറ്റിനെ കണ്ടു. ആരമ്മൂസ് അന്തിക പി അല്ലേ? ഇങ്ങോട്ട് നോക്കിയാ അമ്മൂസ് മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാവരും ഉണ്ട്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് കെട്ടുനിറ. നമ്മൾ മൊത്തം 42 സ്വാമിമാരുണ്ട്. അതിൽ 2 സ്വാമിമാരെ കെട്ടുനിറ മാത്രമേ വീട്ടിൽ നിന്നുള്ളൂ. ബാക്കിയുള്ള കെട്ടുനിറ മൊത്തം നമ്മൾ അമ്പലത്തിൽ വെച്ചാണ്. സ്വാമിമാരെല്ലാം കുറെ ഉണ്ടെങ്കിൽ കെട്ടുനിറക്കി പന്തലിടുന്ന കഷ്ടപ്പാട് മൊത്തം ക്ഷേത്രത്തിന്റെ അടുത്തുള്ള നമ്മൾ കുറച്ച് സ്വാമിമാർക്കാണ്. പനയമ കയറലും തെങ്ങുമ കയറലും പൂവറിക്കലും മാലകെട്ടലൊക്കെ നമ്മളാണ്. ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ അവസ്ഥ. ബാക്കിയുള്ള സ്വാമിമാരെ കെട്ടുനിറക്കെങ്കിലും വന്നാ ഭാഗ്യം. ഈ ക്ഷേത്രം ഒരു നാഗത്താൻ കാവാണ്. ഇവിടെ നിത്യപൂജയില്ല, മാസപൂജ മാത്രമേ. 47 ദിവസത്തെ വ്രതമായി നമുക്ക് 48ാമത്തെ ദിവസമാണ് നമ്മളെ കെട്ടുനിറ. തിരിച്ച് വീട്ടിലെത്തിയ നമുക്ക് ഇവിടെയും കുറച്ച് പണിയുണ്ട്. ഇത് നാളെ കെട്ടുനിറയ്ക്ക് വേണ്ടിയുള്ളതാണ് നെയ്ത്തേങ്ങ. ഈ വീഡിയോ എടുക്കുന്നത് അൻപിക PP 4 നമ്മുടെ അമ്മൂസ്. നെയ് നിറയ്ക്കാനുള്ള തേങ്ങയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുളിച്ച് വിളക്കെല്ലാം വെച്ച് ശരണം വിളിയും കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിൽ ഇനിയും പണി ബാക്കിയുണ്ട്. അമ്പലത്തിലെ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കിടക്കുമ്പോൾ കുറച്ച് സമയം വൈകിട്ടുണ്ട്. രാവിലെ എണീച്ച് വിളക്കൊക്കെല്ലാം ശരണം വിളിയെല്ലാം കഴിഞ്ഞ് നേരെ വന്നത് വീടിന്റെ അടുത്തുള്ള വേറൊരു അമ്പലത്തിലേക്ക്. ഇന്നാണ് നമ്മളെ കെട്ടുനിറ. നമ്മളെല്ലാവരും മാലയൊക്കെ ഇട്ട് വ്രതമൊക്കെ എടുത്ത് മലയ്ക്ക് പോകുന്നത് അയ്യപ്പനെ കാണാൻ. പക്ഷെ അമ്മൂസ് പോകുന്നത് വേറെ 2 കാര്യങ്ങൾക്കാണ്. അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തി അമ്മേന്റെ കാലും പിടിച്ച് കെട്ടുനിറയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ അമ്പലത്തിലേക്ക്. അമ്മൂസ് ഇത് 3ാമത്തെ കൊല്ലാണ്. കഴിഞ്ഞ 2 കൊല്ലം പോയ പോലെയല്ല ഈ കൊല്ലം നമ്മൾ പോകുന്നത് പരമ്പരാഗത കാനനപാത വഴി. അത് ഏകദേശം 49 കിലോമീറ്ററോളം കുന്നും മലയാണ്. അമ്മൂസിന്റെ കെട്ടുനിറയെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് കഴിയുമ്പോൾ എന്റെ കെട്ടുനിറയാണ്. ബാക്കി അടുത്തേല്. അപ്പോൾ ഓക്കെ, ബൈ.